2026 ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഇയർ ആയിട്ട് മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടായിരുന്നു 2021-22 സമയം, അതായത് ആ ഒരു ടൈമിനുള്ളിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ആയിരുന്നു കേരള PSCയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ KSEB സബ് എഞ്ചിനീയർ, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതേപോലെ തന്നെ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ലെക്ചർ ഇൻ പോളിടെക്നിക് തുടങ്ങി 6ഓളം എക്സാംസുകളായിരുന്നു ആ ഒരു 2 വർഷത്തിനിടയിൽ നടന്നത്. അപ്പൊ അതിനുശേഷം ഇപ്പൊ 2023, 24, 25 സമയങ്ങളിലൊക്കെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾക്ക് വേണ്ട പോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം തിരിച്ചു വരുന്നുള്ളത്. അതായത് ഇതേപോലെ തന്നെ വീണ്ടും ഒരു സൈക്കിൾ, ഒരു ഗോൾഡൻ ഇയർ കടന്നു വരുമെന്നുള്ള കാര്യം ഞാൻ മുമ്പ് പല വീഡിയോസിലോട് പറഞ്ഞിട്ടുണ്ട്. അതായത് കേരള PSCയുടെ സൈക്കിൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിപ്പീറ്റേഷൻ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതായത് 2026, 2027 കാലഘട്ടമായിരിക്കും കേരള PSCയിലെ ഗോൾഡൻ ഇയർ റിപ്പീറ്റ് ചെയ്യുന്ന വർഷം. കാരണം ഓരോ 5 വർഷം കൂടുമ്പോഴാണ് കേരള PSC ഇതേപോലെ എന്ത് ചെയ്യുന്നത്, എല്ലാ എക്സാംസുകളും കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്യുന്നത്. ടെക്നിക്കൽ എക്സാംസുകളുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതെല്ലാം എക്സാംസുകളാണ് ഈ ഒരു സമയത്ത് വരാൻ പോകുന്നത്, എന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് വന്നിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തേത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഈ ജൂൺ 30 വരാൻ പോവുകയാണ്. അതിന്റെ ഒഫീഷ്യൽ മിനിറ്റ്സ് കേരള PSC പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ജൂൺ 30 വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ ഇലക്ട്രിക്കലുകാർക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും അതേപോലെ തന്നെ BTechകാർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മികച്ച വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതേപോലെ രണ്ടാമത്തെ ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക്. അതായത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഡിപ്ലോമ ലെവൽ എക്സാംസുകളാണ് കൂടുതൽ വന്നതെങ്കിൽ ഇത്തവണ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. ഇതുകൊണ്ട് ഈ ഒരു പോസ്റ്റ് ഒരുപാട് വേക്കൻസി ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, സിവിലൊക്കെ ആണെങ്കിൽ ഒരുപാട് വേക്കൻസീസ് വരാറുണ്ട്. എന്നാൽ ഇലക്ട്രിക്കലില് എന്നാൽ തിരക്കേടില്ലാത്തൊരു വേക്കൻസി വരും. എന്നാൽ പിന്നീട് വരാൻ പോകുന്ന എക്സാംസുകൾക്ക് ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് മാറണം, തുടക്കമായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. നമുക്ക് കേരള PSCയിൽ ഇപ്പൊ നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകളും അവയുടെ ഒരു സ്റ്റാറ്റസ് നോക്കാം. അതേപോലെ എക്സാംസുകൾ ഏത് സമയത്ത് കണ്ടക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ചില കാര്യങ്ങൾ ഈ വീഡിയോസിൽ തന്നെ ഞാൻ പറയാണ്, മുമ്പും ഞാൻ എക്സാം ഡേറ്റ് പ്രൊഡിക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ നേരത്തെ പലപ്പോഴും എക്സാംസുകൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ചിലത് വൈകിയിട്ടുമുണ്ട്. അത് ഞാൻ ആദ്യമേ ഡിസ്ക്ലൈമർ ആയിട്ട് പറയട്ടെ. പക്ഷെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഏതെല്ലാം എക്സാംസുകൾ എപ്പോഴൊക്കെ വരാൻ സാധ്യതയുണ്ട്, എപ്പോഴൊക്കെയാണ് ഈ എക്സാംസുകളുടെ റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി അവസാനിക്കുന്നത്, എത്രത്തോളം അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ സൈക്കിൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റില് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, ഇതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി കണ്ടക്ട് ചെയ്തു, ഓൾറെഡി വന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ എക്സാം കഴിഞ്ഞു, ഇപ്പൊ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻട്രിയുടെ ഒക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു എക്സാമിന്റെ ഇന്റർവ്യൂവിന് വേണ്ടി വളരെ സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. ചില ഉദ്യോഗാർത്ഥികളുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. സോ അത് കഴിഞ്ഞു. അതായത് ഇലക്ട്രിക്കലിന്റെ ബിഗ് ഓപ്പർച്യൂണിറ്റീസിൽ ഒരെണ്ണമായിട്ടുള്ള അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അത് ഓൾറെഡി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ അതിലേക്ക് ഇനി ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അടുത്തൊരു 2-3 വർഷത്തിന് ശേഷം അടുത്ത സൈക്കിളിൽ നിങ്ങൾ അത് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതേപോലെയാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. ഇതാണ് ഇപ്പോൾ വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ PSC മിനിറ്റ്സേ വന്നിട്ടുള്ളൂ, നോട്ടിഫിക്കേഷൻ സൈറ്റിൽ വന്നിട്ടില്ല. സൈറ്റിൽ വരുന്നത് ജൂൺ 30 ഓക്കെ. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പൊ നിലവിൽ 77 അഡ്വൈസുകൾ എന്തിട്ടുണ്ട് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൽ പോയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ടൈമിൽ 31 തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വാലിഡിറ്റി നിങ്ങൾ നോക്കിയേ 15/4/2027 ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2026 ഒരു ഒക്ടോബർ ഒക്കെ ആകുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരാനാണ്, ഒരു 6 മാസം മുന്നേ ഒക്കെ നോട്ടിഫിക്കേഷൻ വരാനാണ് സാധ്യത എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. എന്നാൽ അതിനേക്കാളും 2-3 മാസം മുമ്പേ തന്നെ ജൂണിൽ തന്നെ എന്ത് ചെയ്യാൻ പോവാണ്, എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. അപ്പൊ ഇതിന്റെ ഒരു എക്സ്പെക്ടഡ് നോട്ടിഫിക്കേഷൻ അല്ല, എക്സാക്ട് നോട്ടിഫിക്കേഷൻ ആണ് ഈ ഒരു ഡേറ്റ് കേട്ടോ. അതായത് നോട്ടിഫിക്കേഷൻ വന്നു എന്ന് തന്നെ പറയാം. കാരണം ജൂൺ 30 ഇനി കുറഞ്ഞ ദിവസങ്ങളാണുള്ളത്. ജൂൺ 30 നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണാം. അതേപോലെ നിങ്ങൾക്ക് അന്ന് മുതൽ പിറ്റേ ദിവസം മുതൽ, അതായത് ജൂലൈ 1 മുതലോ അല്ലെങ്കിൽ ജൂൺ 30 മുതലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്ന പോസ്റ്റ് ആയിരിക്കും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. നല്ല വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള, സാറ്റർഡേ സൺഡേ ഹോളിഡേ കിട്ടുന്ന, ഓണം വെക്കേഷനും ക്രിസ്മസ് വെക്കേഷനും ഒക്കെ ലീവ് കിട്ടുന്ന ഒരു എന്താ പറയുക ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ജോലിയാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. ലെക്ചർ ഇൻ പോളിടെക്നിക്കിന്റെ അത്രത്തോളം കോമ്പറ്റീഷൻ വരാത്തത് കൊണ്ട് തന്നെ നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു എക്സാമിനേഷൻ ആണ്.
ഇനി ലെക്ചർ ഇൻ പോളിടെക്നിക്കിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി ഇതിൽ മൂന്നാമത്തെ ആളാണ് ലെക്ചർ ഇൻ പോളിടെക്നിക് 12/12/2027. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് 15/4/2027 എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ ഒരു 8 മാസം കഴിഞ്ഞിട്ടാണ് ലെക്ചർ ഇൻ പോളിടെക്നിക്കിന്റെ റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി അവസാനിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ 2027 തുടക്കത്തിലോ അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത അതിലെ മുന്നെയോ, അതായത് ഒരിക്കലും PSCയുടെ ഡേറ്റിന്റെ കാര്യത്തിൽ നമുക്ക് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഞാനൊരു ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയും അതേപോലെ നിങ്ങൾക്കൊരു ഓവർവ്യൂ കിട്ടുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഒരു വർഷവും 2 മാസത്തിന് മുന്നെയാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നത്. അതേപോലെ തന്നെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെക്ചർ ഇൻ പോളിടെക്നിക് നേരത്തെ വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്നിരുന്നാലും 2026 ലാസ്റ്റിലോ അല്ലെങ്കിൽ 2027 തുടക്കത്തിലോ ആയിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്ന ഗ്ലാമറസ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. ഇനി നാലാമത്, ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ പറയുന്നില്ല. അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള ഹൗസിംഗ് ബോർഡ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ അതും 36 വരിക, അതായത് ഇത് രണ്ടും ഒരുമിച്ച് വരാൻ പോകുന്നത്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിനും അതേപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള ഹൗസിംഗ് ബോർഡിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഒരേ ഡേറ്റിലാണ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹൗസിംഗ് ബോർഡിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ഇതിൽ എത്രത്തോളം വേക്കൻസി ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഒരു A ലെവൽ സിലബസ് തന്നെയായിരിക്കും. ഇനി KCB സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കലുകാരുടെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. 694 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. 694. ഈ 29/11/2026 ആണ് ഇതിന്റെ എന്ത് ചെയ്യുന്നത് അഡ്വൈസ് വാലിഡിറ്റി ഉള്ളത്. എന്നാൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു ഡേറ്റിനെക്കാട്ടിലും മുമ്പേ വാലിഡിറ്റി, അതിന് ശേഷം വാലിഡിറ്റി കഴിയുന്ന എക്സാം ആയിട്ടുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. എന്നാൽ KCB സബ് എഞ്ചിനീയർ വന്നതുമില്ല. അതായത് കേരള PSC അൺപ്രഡിക്റ്റബിൾ ആണ് എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ KCB സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരുന്നു ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്. എന്റെ ആൻസർ ഇതാണ്, എപ്പം വേണമെങ്കിലും വരാം. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഈ മാസം നോട്ടിഫിക്കേഷൻ വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. അതേപോലെ തന്നെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ KCB സബ് എഞ്ചിനീയറുടെ നോട്ടിഫിക്കേഷൻ ഈ ഒരു 2-3 മാസത്തിനുള്ളിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യാതൊരു ഡേറ്റയുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത്. ഈ ഒരു അൺപ്രഡിക്റ്റബിൾ നാച്ചർ കേരള PSCക്ക് ഉണ്ട് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഈ വർഷം ഗോൾഡൻ ഇയർ ആയിട്ട് മാറും. ഈ വർഷവും അടുത്ത വർഷവും കൂടി ചേരുമ്പോൾ അതൊരു ഗോൾഡൻ ഇയർ ആയിട്ട് മാറും. മുമ്പ് 2021-22 ആയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം അത് 2026-27 ആയിരിക്കും. നിങ്ങളൊരു ഗവൺമെന്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഇനി KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇതിനോടകം 369 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. 12/12/2027 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി അവസാനിക്കുന്നത്. പക്ഷെ ഇതിനോടകം തന്നെ ഇതിൽ 369, അതായത് റാങ്ക് ലിസ്റ്റിൽ ആകെ ഉദ്യോഗാർത്ഥികളുടെ മെയിൻ ലിസ്റ്റിലെ എണ്ണത്തിന്റെ അത്രത്തോളം തന്നെ എന്തായിട്ടുണ്ട്, ഇപ്പൊ നിലവിൽ അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഒരു പക്ഷേ റാങ്ക് ലിസ്റ്റ് എക്സോസ്റ്റഡ് ആയിട്ട് കഴിഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഇതും വളരെ നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നാലും അത്ഭുതപ്പെടാനില്ല. പിന്നെ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഇത് ശരിക്കും പറഞ്ഞാൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ കൂടെ അന്ന് നടന്ന എക്സാം ആണ്. എന്നാൽ അത് പിന്നീട് എന്ത് ചെയ്തിട്ടില്ല, റിപ്പീറ്റ് ചെയ്തിട്ടില്ല. സോ അതിന്റെ ഒരു സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട്. 3/8/2026 ആണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ ഇനി അടുത്തത് വരാൻ പോകുന്നത് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരിക്കും. അതിനുശേഷമായിരിക്കും KCB സബ് എഞ്ചിനീയർ വരാൻ പോകുന്നത്. അതിനുശേഷം അസിസ്റ്റന്റ് എഞ്ചിനീയർ, ലെക്ചർ ഇൻ പോളിടെക്നിക് തുടങ്ങിയ എല്ലാ എക്സാംസുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഈ വരുന്ന 2 വർഷങ്ങളിൽ വരാൻ പോവുകയാണ്. അപ്പൊ കേരള PSC എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങേണ്ട ഒരു എക്സാം അല്ല. നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ഉദ്യോഗാർത്ഥികളാണ് പലപ്പോഴും എന്ത് ചെയ്തിട്ടുള്ളത്, നല്ല റാങ്കുകളിൽ നേടിയെടുത്തിട്ടുള്ളത്. ഇപ്പൊ എൻട്രിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 സൈക്കിളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2021-22 സൈക്കിളിൽ നടന്നിട്ടുള്ള എല്ലാ എക്സാംസുകളിലും കേരളത്തിലെ ഏറ്റവും മികച്ച റിസൾട്ട്, അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആയിരുന്നു ഈ സൈക്കിളിലെ ആദ്യത്തെ എക്സാം. അതിൽ റാങ്ക് 5ഉം 6ഉം ഒക്കെ എൻട്രിയിലെ ഉദ്യോഗാർത്ഥികളാണ് നേടിയിട്ടുള്ളത്. അതേപോലെ തന്നെ KCB സബ് എഞ്ചിനീയറിലെ 200-ലധികം റിസൾട്ടുകൾ, അതേപോലെ KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റിലെ 3/1 ഉദ്യോഗാർത്ഥികളും, മെയിൻ ലിസ്റ്റിലെ 3/1 ഉദ്യോഗാർത്ഥികളും എൻട്രിയുടെ ഉദ്യോഗാർത്ഥികളാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം എക്സാംസുകളിൽ, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് എക്സാംസുകളിൽ കേരളത്തിലെ ഏറ്റവും മികച്ച റിസൾട്ട് വന്നിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് എൻട്രി ആപ്പ്. സോ എൻട്രി ആപ്പിന്റെ ലോങ് ടേം ബാച്ചസുകളും അതേപോലെ തന്നെ ഫൗണ്ടേഷൻ ബാച്ച്, അതായത് എല്ലാ എക്സാംസുകൾക്കും വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ തുടരുകയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് കൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ബാച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ബാച്ചസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും നമ്മുടെ ബാച്ചസിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങല്ലേ? കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പഠിക്കുകയാണെങ്കിൽ 2026-27 നിങ്ങൾക്കൊരു സർക്കാർ ജോലി സ്വന്തമാക്കാൻ പറ്റും. അതും ടെക്നിക്കൽ ഫീൽഡിൽ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.